ലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ കൂടിവരവ് കൂട്ടായ്മ ആരംഭിക്കാം. അല്പസമയം നമ്മെ തന്നെ ദൈവാസന്നിധിയിൽ നമുക്ക് വിനയപ്പെടുത്താം, താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ ദൈവം നമ്മെ പുലർത്തുന്നു, ദൈവം നമ്മെ പരിപാലിക്കുന്നു, ദൈവം നമ്മെ നടത്തുന്നു. ആ വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും ഒക്കെ നമുക്ക് ഓർക്കാം, ബലഹീനതകളെ ഓർക്കാം. നമ്മുടെയും നമ്മുടെ ചുറ്റുപാടുകളുടെയും ആവശ്യങ്ങളെ ദൈവ സന്നിധിയിൽ ഓർക്കാം. നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ഒരുമിച്ച് ഇപ്രകാരം ചിലവിടുന്ന ഈ സമയം അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിനും നന്മയ്ക്കും മുഖാന്തരമാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പുതിയ പ്രഭാത വേളയ്ക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ കാത്തു പരിപാലിച്ചു. ഈ ഒരു പുതിയ പ്രഭാതത്തിലേക്ക്, പുതിയ പകൽക്കാലത്തിലേക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു പകൽക്കാലം മാത്രമല്ല കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിലെല്ലാം അവിടുത്തെ സ്നേഹവും അവിടുത്തെ കരുതലും ഞങ്ങൾക്ക് പല സന്ദർഭങ്ങളിൽ അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥനാ വേളയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുവാനും ഞങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ചുറ്റുപാടുകളെയും ഞങ്ങളുടെ സാഹചര്യങ്ങളെയും മനസ്സിലാക്കുവാനും അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥനയിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ പ്രിയ മക്കളെ എല്ലാവരെയും പേരുപേരായി തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, അവരായിരിക്കുന്ന ഇടങ്ങളിൽ, ചുറ്റുപാടുകളിൽ അവരോട് അവിടുന്ന് ഇടപെടണമേ. അവിടുത്തെ ആത്മാവ് കർത്താവെ ഞങ്ങളെ എല്ലാവരെയും ഒരുമിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒന്നും കൂടാതെ ദൈവമേ, ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങൾക്കൊക്കെ അനുഗ്രഹവും നന്മയുമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ കർത്താവെ. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രാർത്ഥനയിൽ വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന അങ്ങയുടെ മക്കളെ ഓർക്കുന്നു. അവിടുത്തെ ആത്മാവിൻ്റെ ബലവും കരുതലും അവിടുത്തെ സാന്നിധ്യവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് കൂടെ അവരായിരിക്കുന്ന ഇടത്ത് അവരോടൊപ്പം ഉണ്ടാകണമേ. അവരേറ്റിരിക്കുന്ന ചുമതലകളൊക്കെ നന്നായി നിർവഹിപ്പാൻ ദൈവമേ അവിടുന്ന് അവരെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ നടത്തണമേ. ഇന്നത്തെ കൂട്ടായ്മ ഞങ്ങൾക്കൊക്കെ അനുഗ്രഹമാകണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് അന്നമ്മ ജോൺ ആൻറ്റിയാണ്. അന്നമ്മ ജോൺ ആൻറ്റി പാട്ടുകൾ പാടിയതിന് ശേഷം ധോനി ഫിലിപ്പ് 51-ാമത്തെ സങ്കീർത്തനം വായിക്കും. നൗ ഓവർ ടു അന്നമ്മ ജോൺ ആൻറ്റി. കേൾക്കുമോ അച്ഛാ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അന്നമ്മ ജോൺ ആൻറ്റി ഉണ്ടോ? അതെ, ഗുഡ് മോർണിംഗ് അച്ഛാ. ആൻറ്റി കേൾക്കത്തില്ല. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻറ്റി, ഗുഡ് മോർണിംഗ്. യെസ് അച്ഛാ, പ്രാർത്ഥനാ ഗീതങ്ങളില് 265-ാമത്തെ പാട്ട് ഒന്നാമതായിട്ട്. പ്രാർത്ഥനാ ഗീതങ്ങൾ 265. ഓക്കെ, കേൾക്കാമല്ലോ? ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം, 100-ഉം 60-ഉം 30-ഉം മേനിയ വലിയൊരു വിളവേകിടാം.
100 60 30 മേനിയായി വലിയൊരു വിളവേകിടാം. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 100 60 30 മേനിയായി വലിയൊരു വിളവേകിടാം. 100 60 30 മേനിയായി വലിയൊരു വിളവേകിടാം. വചനത്തെ സ്നേഹിക്കണോ, വചനത്തിനാഴമറിഞ്ഞിടണം. വചനത്തെ സ്നേഹിക്കണോ, വചനത്തിനാഴമറിഞ്ഞിടണം. കൃപയിൽ വളർന്നിടണം, ആത്മാ ഫലമെല്ലാം നൽകിയിടണം. കൃപയിൽ വളർന്നിടണം, ആത്മാ ഫലമെല്ലാം നൽകിയിടണം. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 100 60 30 മേനിയായി വലിയൊരു വിളവേകിടാം. വചനമായി വന്ന നാഥൻ ജീവമുന്തിരി വള്ളിയായോ. വചനമായി വന്ന നാഥൻ ജീവമുന്തിരി വള്ളിയായോ. അവനോടു ചേർന്നിരുന്നാൽ നല്ല ഫലമേകും കൊമ്പുകള. അവനോടു ചേർന്നിരുന്നാൽ നല്ല ഫലമേകും കൊമ്പുകള. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 100 60 30 മേനിയായി വലിയൊരു വിളവേകിടാം. ഫലമാർന്നു ജീവിച്ചിടാം, ഫലമില്ലാത്ത തീ പോലാകാം നമ്മൾ. ഫലമാർന്നു ജീവിച്ചിടാം, ഫലമില്ലാത്ത തീ പോലാകാം നമ്മൾ. ഈ വർഷം കൂടി നാഥൻ തന്നാൽ ഫലമാവേ നീകിടുമോ. ഈ വർഷം കൂടി നാഥൻ തന്നാൽ ഫലമാവേ നീകിടുമോ. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 100 60 30 മേനിയായി വലിയൊരു വിളവേകിടാം. 100 60 30 മേനിയായി വലിയൊരു വിളവേകിടാം. അച്ഛാ, രണ്ടാമത്തെ പാട്ട്. അത്ഭുതമല്ല ഇത് അത്ഭുതമല്ല. അത്ഭുതമല്ലോ ഇതത്ഭുതമല്ലോ, നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടു, ഞാൻ രോഗിയായിട്ടു, എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോ അത്ഭുതമല്ലോ ഇതത്ഭുതമല്ലോ, നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടു, ഞാൻ രോഗിയായിട്ടു, എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോ അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതമല്ലോ ഇതത്ഭുതമല്ലോ,
നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടു, ഞാൻ രോഗിയായിട്ടു, എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോ അപ്പോ എന്നുള്ളം നിറഞ്ഞു പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ കൺകൾ നിറയുമ്പോൾ, എന്നുള്ളം നീറുമ്പോൾ, ഭയപ്പെടേണ്ടെന്നരുളി ചെയ്തു കൂടെയുണ്ടല്ലോ. എൻ കൺകൾ നിറയുമ്പോൾ, എന്നുള്ളം നീറുമ്പോൾ, ഭയപ്പെടേണ്ടെന്നരുളി ചെയ്തു കൂടെയുണ്ടല്ലോ. നിന്നകേളിറ്റ് സ്വന്ത ബന്ധങ്ങൾ വിട്ട് എന്നെ മാനിക്കാനേറ്റ പാടുകൾ ഓർത്താൽ കൺകൾ നിറയുമ്പോൾ, എന്നുള്ളം നീറുമ്പോൾ, ഭയപ്പെടേണ്ടെന്നരുളി ചെയ്തു കൂടെയുണ്ടല്ലോ. നിന്നകേളിറ്റ് സ്വന്ത ബന്ധങ്ങൾ വിട്ട് എന്നെ മാനിക്കാനേറ്റ പാടുകൾ ഓർത്തോ അപ്പാ എൻ കൺകൾ നിറഞ്ഞു തൂകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ എൻ കൺകൾ നിറഞ്ഞു തൂകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതമല്ലോ, ഇതത്ഭുതമല്ലോ, നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടു, ഞാൻ രോഗിയായിട്ടു, എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ മണാളനെ, എൻ്റെ പൊന്നു കൊമ്പിനെ, നിൻമുഖം നേരിൽ കാണാൻ ആശേറുന്നേ. ആവാനമേഘത്തിൽ തന്തൂതരുമൊത്ത് എൻ്റെ പേരു ചൊല്ലി അങ്ങു മാടി വിളിച്ചോ. എൻ മണാളനെ, എൻ്റെ പൊന്നു കാന്തനെ, നിൻമുഖം നേരിൽ കാണാൻ ആശേറുന്നേ. ആവാനമേഘത്തിൽ തന്തൂതരുമൊത്ത് എൻ്റെ പേര് ചൊല്ലി അങ്ങു മാടി വിളിച്ചോ. അപ്പോ ഞാൻ നിന്നിൽ മറന്നു പാടുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഞാൻ നിന്നിൽ മറന്നു പാടുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതമല്ലോ, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടു, ഞാൻ രോഗിയായിട്ടു, എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അപ്പോ എന്നുള്ളം നിറഞ്ഞു പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു അച്ഛാ. താങ്ക് യു അന്നമ്മ ആൻറ്റി. ഇപ്പോൾ ധോനി will lead us in the Psalm, reading of Psalm 51. ഹലോ അച്ഛാ, കേൾക്കാമോ? കേൾക്കാം. യെസ് യെസ് യെസ്. Okay. Psalm 51. Have mercy on me, O God, according to your unfailing love. According to your great compassion, blot out my transgressions. Wash away all my iniquity and cleanse me from my sin. For I know my transgressions, and my sin is always before me. Against you, you only have I sinned
and done what is evil in your sight. So you are right in your verdict and justified when you judge. Surely I was sinful at birth, sinful from the time my mother conceived me. Yet you desired faithfulness even in the womb. You taught me wisdom in that secret place. Cleanse me with hyssop, and I will be clean. Wash me, and I will be whiter than snow. Let me hear joy and gladness. Let the bones you have crushed rejoice. Hide your face from my sins and blot out all my iniquity. Create in me a pure heart, O God, and renew a steadfast spirit within me. Do not cast me from your presence or take your Holy Spirit from me. Restore to me the joy of your salvation and grant me willing spirit to sustain me. Then I will teach transgressors your ways, so that sinners will turn back to you. Deliver me from the guilt of bloodshed, O God. You who are God, my Savior, and my tongue will sing of your righteousness. Open my lips, Lord, open my mouth, will declare your praise. And open my lips, Lord, and my mouth will declare your praise. You will not delight in sacrifice, or I would bring it. You do not take pleasure in burnt offerings. My sacrifice, O God, is a broken spirit, a broken and contrite heart. You, God, will not despise. May it please you to prosper Zion, to build up the walls of Jerusalem. Then you will delight in the sacrifices of the righteous, in the burnt offerings offered whole. Then bulls will be offered on your altar. Here ends the psalm. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. Amen. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നദ്ധയിൽ ഒരു നിമിഷം ഏകാഗ്രമാക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് സഭയായി ഈ വെള്ളിയാഴ്ച ഓൺലൈൻ പ്രാർത്ഥനയിൽ കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ച കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ ആരോഗ്യത്തോടെ പരിപാലിച്ചതിനായിട്ട് സ്തുതിക്കാം. പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ തകർന്നു പോകാതെ നശിച്ചു പോകാതെ ദൈവത്തിന്റെ കൃപ നമ്മെ നടത്തിയതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ് എന്ന തിരുവചനം നമ്മളോട് പറയുമ്പോഴും നമ്മളെ വലിയ ഉറപ്പുള്ള മനുഷ്യരൊന്നും അല്ലെങ്കിലും ദൈവം ജീവോച്ഛ്വാസം നൽകി, ആരോഗ്യം നൽകി, ആയുസ് നൽകി നമ്മെ ദൈവം പരിപാലിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിത ചുറ്റുപാടുകളെല്ലാം നമുക്ക് ഓർക്കാം. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം നമ്മെ വ്യക്തിപരമായിട്ടൊക്കെ നടത്തി. നമ്മുടെ ആവശ്യങ്ങളിലും നമ്മുടെ ഭാരങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും ഒക്കെ ദൈവത്തിന്റെ വലിയ കൃപ നമ്മോട് കൂടെ ഇരുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് 2025 ഒരു മാസം കൂടെ നമ്മളോട് വിട പറയുകയാണ്. ഓഗസ്റ്റ് മാസത്തെ അവസാനത്തെ ആഴ്ചയിലാണ് നമ്മൾ. ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നു. കാലാവസ്ഥയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെയൊക്കെ മധ്യത്തിലും ദൈവം നമ്മെ ജയോത്സവമായ അനുഗ്രഹത്തോടെ ദൈവകൃപയിൽ മുൻപോട്ട് നടത്തുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ നടത്തണമേ, പരിപാലിക്കണമേ, ദൈവകൃപയിൽ നമ്മളെ സൂക്ഷിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെയും കുറവുകളെയും കുറ്റങ്ങളെയും ഒക്കെ ഒരു നിമിഷം നമുക്ക് ഓർത്ത് ദൈവത്തോട് അനുദപിക്കാം.
പശ്ചാത്തപിക്കാം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ എന്നോട് പൊറുക്കണമേ. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും വന്ന വീഴ്ചകൾ എന്നോട് ക്ഷമിക്കണമേ. നിന്റെ സ്നേഹത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്നുപോയ തകർച്ചകൾ, ബന്ധങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ, അതൊക്കെ തിരിച്ചറിയാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. സഭയിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെയും നന്ദിയോടുകൂടി ഓർക്കാം. നമ്മുടെ ആലയത്തിനായി, ആരാധനകൾക്കായി, കൂട്ടായ്മകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആരാധനകളും കൂട്ടായ്മകളും ഒക്കെ സഭയ്ക്ക്, എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും വലിയ പ്രചോദനവും ആത്മീയമായ അനുഗ്രഹവുമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പേരിന് വേണ്ടിയിട്ടോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ മത്സരബുദ്ധിയിലോ അല്ല, മറിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷ താഴ്മയിലും വിനയത്തിലും സമർപ്പണത്തിലും നിർവഹിപ്പാൻ കർത്താവ് നമ്മെ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ കൂട്ടങ്ങളെയും കൂട്ടായ്മകളെയും നമുക്ക് ഓർക്കാം. ആരാധനകളെ ഓർക്കാം. നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പിനെ ഓർക്കാം. നമ്മുടെ ഏരിയ പ്രെയർ ഗ്രൂപ്പുകളെ ഓർക്കാം. കോട്ടേജ് പ്രയറുകളെ ഓർക്കാം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാം. അങ്ങനെ നമ്മുടെ സഭ ഒരുമിച്ച് ആത്മാവിൽ ഐക്യപ്പെട്ട് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ തുടർന്ന് നിർവഹിപ്പാൻ, അതുവഴി ദൈവനാമം മഹത്വപ്പെടുവാൻ, സഭ ശക്തിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മളിലുള്ള ഭിന്നതകളെയും വെറുപ്പുകളെയും അകൽച്ചകളെയും എല്ലാം അകറ്റണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ്. ആ ഒരു ഭാവം കർത്താവ് നമുക്ക് നൽകണമേ. നമ്മുടെ സഭയെ അനുഗ്രഹിച്ച് മുൻപോട്ട് നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ സംഘടനകളെയും നമുക്ക് ഓർക്കാം. സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം. പഠിക്കുന്നവരെയും അവിടെ പഠിപ്പിക്കുന്നവരെയും നമുക്ക് ഓർക്കാം. അതിന് നേതൃത്വം നൽകുന്നവരെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗായിക സംഘത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവര് ആരാധനകളിലും മറ്റ് സന്ദർഭങ്ങളിലും സമർപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. അവരുടെ ശുശ്രൂഷകളൊക്കെ കൂടുതൽ സഭയ്ക്ക് അനുഗ്രഹമാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ യൂത്ത് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുറച്ച് കുഞ്ഞുങ്ങൾ നമുക്കുണ്ടല്ലോ, ആ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ ശുശ്രൂഷകൾ, പ്രവർത്തനങ്ങൾ സഭയ്ക്ക് അനുഗ്രഹവും ഭാവിക്ക് ഗുണകരവുമായി തീരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന്റെ റിട്രീറ്റ് ഈ ഞായറാഴ്ച ആരാധനയെ തുടർന്ന് നടത്തപ്പെടുകയാണല്ലോ. ആ റിട്രീറ്റൊക്കെ ഏറ്റവും ഭംഗിയായി തീരുവാൻ കുഞ്ഞുങ്ങളെല്ലാം കടന്നു വന്ന് താല്പര്യത്തോടെ അതിൽ പങ്കെടുത്ത് സഭയുടെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി തുടരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്ത്രീജന സഖ്യത്തെ നമുക്ക് ഓർക്കാം. വിമൻസ് ഫെലോഷിപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കാം. പ്രത്യേകിച്ച് ഈ പുതിയ വർഷത്തിൽ വരുന്ന ആളുകളിൽ അവര് പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നന്നായി നിർവഹിപ്പാനും അത് പ്രസ്ഥാനത്തിന്റെ ഐക്യത്തിനും സഭയുടെ ഉയർച്ചയ്ക്കും അനേകരുടെ നന്മയ്ക്കുമായി തീരുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ലൈറ്റി ഫെലോഷിപ്പിനെ നമുക്ക് ഓർക്കാം. അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് ഓർക്കാം. അവരുടെ ശുശ്രൂഷകളും ഇടപെടലുകളുമൊക്കെ സഭയ്ക്ക് അനുഗ്രഹവും നന്മയുമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്ററേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ കമ്മിറ്റി സഭയുടെ
ആകമാനമായ വളർച്ചയ്ക്ക് വേണ്ടി തുടർന്നും പ്രവർത്തിപ്പാൻ ഇടയാകണമേ. വിശ്വസ്തയോടുകൂടെ പ്രവർത്തിപ്പാൻ, സാക്ഷ്യത്തോടുകൂടെ പ്രവർത്തിപ്പാൻ ഇടയാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കുടുംബങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ യോശുവയെ പോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും എന്ന് തങ്ങളുടെ ജീവിതങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവം അവരെ കുടുംബങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കുടുംബത്തിലെ പലവിധമായ പ്രയാസങ്ങളിലൂടെ, സംഘർഷങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. സാമ്പത്തിക ക്ലേശമുള്ളവരുണ്ടാകാം, റിലേഷൻഷിപ്പുകളിൽ പ്രയാസങ്ങളുള്ളവരുണ്ടാകാം, ഭാര്യ ഭർത്തൃബന്ധത്തിൽ, കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ, പഠനത്തിൽ, അങ്ങനെ പലതരത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ സഭയിലെ സീനിയേഴ്സ് ആയിട്ടുള്ള പ്രായമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകുവാനായിട്ട് ദൈവം അവരെ സഹായിച്ചു. എന്നാൽ ഈ നാളുകളിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള ബലഹീനതകളിൽ ഭവനങ്ങളിൽ വിശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. തങ്കമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. KC ചെറിയാനങ്ങളിനെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഓമന ആൻറ്റിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സാലി അലക്സ് ആൻറ്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിനെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. മേരി ജോൺ ആൻറ്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാറാമ്മ കുര്യൻ ആൻറ്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. ജെസി തോമസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കം എഡ്വിൻ ആൻറ്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. രമണി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആൻറ്റിയെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അന്നമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി, അന്നമ്മ ജോൺ ആൻറ്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രായമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. മറ്റുള്ളവരുടെ ശുശ്രൂഷയിലും കരുതലിലും കയറിലുമായിരിക്കുന്നവരെ പ്രത്യേകം ദൈവം സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ജേക്കബ് അങ്കിളിനെയും അന്നമ്മ ആൻറ്റിയെയും കുടുംബമായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ലിലി ആൻറ്റിയെയും കുരുവിള അങ്കിളിനെയും കുടുംബമായിട്ട് നമുക്ക് ഓർക്കാം. ഡോക്ടർ സുശീൽ ആൻറ്റിയെയും രഞ്ജിത്ത് അങ്കിളിനെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ചാച്ചമ്മ ആൻറ്റിയെയും ഫിലിപ്പ് അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ലിസി ആൻറ്റിയെയും ഷമേലൂട്ടി അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ലിസി ആൻറ്റിയെയും എസ് എബ്രഹാം അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. പുഷ്പ ആൻറ്റിയെയും റോയി അങ്കിളിനെയും കുടുംബമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകിച്ച് റോയി അങ്കിളിനെ ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രിയപ്പെട്ട അങ്കിളിൻ്റെ പൂർണ്ണമായ സൗഖ്യത്തിനായിട്ടും വളരെ വേഗമുള്ള വിടുതലിന് വേണ്ടിയിട്ടായിട്ടും സമാധാനത്തിനായിട്ടും പ്രാർത്ഥിക്കാം. ദൈവം പ്രിയപ്പെട്ട മകനെ സൗഖ്യത്തോടെ, ബലത്തോടെ, ദൈവകൃപയോടെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്ഷീണാവസ്ഥകളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. രാജൻ ജോൺ അങ്കിളിനെ ഓർക്കാം. നാട്ടിലാണല്ലോ. അങ്കിളിനും ഈ നാളുകളിലൊക്കെ വേണ്ട ആരോഗ്യവും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. കണ്ണീരിന്റെ കാഴ്ചയുടെ പ്രയാസം അനുഭവിക്കുന്ന ആലീസ് ആൻറ്റിയെയും മറിയാമ്മ എബ്രഹാം ആൻറ്റിയെയും ഓർക്കാം. ദൈവം അവർക്ക് സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജബി അങ്കിളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്കിളിൻ്റെ കീമോതെറപ്പി നടക്കുന്നു. വളരെ ദീർഘമായ ചികിത്സാ സമ്പ്രദായങ്ങളാണ്. ദൈവം പ്രിയപ്പെട്ട ദാസനോട് മനസ്സലിവ് തോന്നണമേ, പൂർണ്ണമായ സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം.
ഷിബുചാന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദാസൻ 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണ്. ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദാസൻ, പ്രിയപ്പെട്ട അങ്കിള് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നു. പ്രിയ ശുഭമംഗളിനെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാൻ. ദൈവം അങ്കിളിന് വേണ്ട ആരോഗ്യവും ബലവും സൗഖ്യവും വിടുതൽ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ അറിവിൽപ്പെട്ട ആരെങ്കിലും മറ്റു രോഗികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് പനിയുടെ പ്രയാസങ്ങളാൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമുള്ളവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. ശാരീരികമായ വൈഷമ്യങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുന്ന എല്ലാവരുടെയും സൗഖ്യത്തിന് വേണ്ടിയിട്ട്, വിടുതലിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവരെയോ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഹീലിംഗ് പീരീഡിലായിരിക്കുന്നവരെയോ ഒക്കെ നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട വിടുതലും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ അറിവിൽപ്പെട്ട എല്ലാ രോഗികളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരം ഈ നാളുകളിലൊക്കെ അത്ഭുതം പ്രവർത്തിച്ച് പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ട വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ബുദ്ധിയും വിവേകവും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഹാഫ് ഇയർലി എക്സാമിനൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. ദൈവം അവരുടെ അധ്വാനങ്ങളെയൊക്കെ ഫലവത്താക്കണമേ. പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും വിവേകവും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഡിഗ്രി പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. പഠനവുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാൻ. ദൈവം വഴിയും വാതിലും തുറന്നു കൊടുത്തവരെ അനുഗ്രഹിക്കണം. അവരുടെ പഠനമൊക്കെ നന്നായി നടക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മെൽവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബോബിയുടെ മകൻ അപ്പൻഡിസൈറ്റിസ് സർജറി കഴിഞ്ഞ് ഭവനത്തിൽ വിശ്രമിക്കുന്നു. പ്രിയപ്പെട്ട പൈതലിനും സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. പഠനവുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിലും പല സ്ഥലങ്ങളിലും ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാൻ. ദൈവം തക്കതായ വഴിയും വാതിലും തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജോലി ഇല്ലാതെ ഭാരപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോ പ്രിയപ്പെട്ടവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം അവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ നല്ല ജോലിയൊക്കെ നൽകി ദൈവം അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെ ഓർക്കാം. തക്കതായ ജീവിത പങ്കാളികളെ ദൈവം ഒരുക്കി കൊടുത്ത് കുടുംബജീവിതം ഒരുക്കി കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സിംഗിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാൻ. ദൈവം അവരെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി അവരെ സഹായിച്ച് കരം പിടിച്ച് മുൻപോട്ട് നടത്തണമേ. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. ദൈവം തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ പിഞ്ച് പൈതങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ന്യൂ ബോൺ ബേബീസിനെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിൽ ഈ നാളുകളിൽ നടക്കാനിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെയും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച നടക്കുന്ന റിട്രീറ്റിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ നമുക്ക് ഓർക്കാം. ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ജനാധിപത്യ വ്യവസ്ഥിതികൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന എല്ലാ ജനങ്ങളെയും നമുക്ക് ഓർക്കാം. പാർപ്പിടമില്ലാതെ, ഭക്ഷണമില്ലാതെ, തൊഴിലില്ലാതെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ സാഹചര്യങ്ങളില്ലാതെ ഈ ദേശത്തിന്റെ നന്മകൾ ലഭിക്കാത്ത എല്ലാ ജനങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവം അവരോടൊക്കെ മനസ്സരിവ് തോന്നി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സഭകളെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ സഭകളൊക്കെ ഒരുമിച്ച് ദൈവകൃപയോടുകൂടെ പ്രവർത്തിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും.
പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ മിഷണറിമാരെയും, മിഷനറി പ്രവർത്തനങ്ങളെയും, മിഷൻ ഫീൽഡുകളെയും നമുക്ക് ഓർക്കാം. പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം ബലപ്പെടുത്തി ധൈര്യത്തോടെ ശുശ്രൂഷിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സഭയുടെ ബിഷപ്പന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മീയ നേതൃത്വത്തിന് വേണ്ടി, ആത്മായ നേതൃത്വങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാലാവസ്ഥയുടെ കൃതികളാൽ ഭാരപ്പെടുന്ന എല്ലാ ജനങ്ങളെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രകൃതിക്ഷോഭത്താല്, മണ്ണിടിച്ചിലാലും മലയിടിച്ചിലാലും ഒക്കെ കിടക്കാട നഷ്ടപ്പെട്ട്, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന എല്ലാ ജനങ്ങളെയും നമുക്ക് ഓർത്ത് അവരുടെയൊക്കെ വിടുതലിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയത്തിന്റെ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ എല്ലാം നമുക്ക് ഓർക്കാം. ദൈവം നമ്മെ അറിയുന്നതിനായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മോർത്തതായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും, വിട്ടുപോയ വിഷയങ്ങളെയും ഒക്കെ നമുക്ക് ഓർക്കാം. ഈ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ജെസ്സി മാത്യു ഇപ്പോൾ പ്രാർത്ഥിക്കും. ജെസ്സി മാമ ഇപ്പോൾ പ്രാർത്ഥിക്കും. ജെസ്സി മാമയുണ്ടോ? ജെസ്സി മാത്യു? എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഷീ ഈസ് നോട്ട് ജോയിൻഡ്. Hello, Yes, yes. can you hear me, Acho? Yes, yes. Now I can hear Jesse Mama. Yes, yes, yes. Okay. Let us pray. O Lord, as we gather here in your presence, we claim your promise. You said where 2 or 3 are gathered in your name, you are in our midst. We know you are in our midst this morning. We are here with total gratitude and total submission for your great and unfailing love and mercy. Lord, in the smallest of detail of our lives, you are with us. So much could have happened. Things could have gone wrong badly, Lord. Lord, you sent your angels before us, keeping us safe. Oh Lord, even when you took a precious family member to be with you, you gave us comfort to bear the loss. When the pain was hard to bear, we felt your healing touch. You wipe our every tear. Oh Lord, you are merciful and unchanging. Thank you, Jesus. Lord, I pray for all those who are unwell and in pain, the chemos, the surgery, those tough days lying in the hospital beds. I pray for those families too, oh Lord, who are actually watching their loved ones in so much pain. Give them the strength and hope.
Help them with each passing day, O Lord. Those many names Arjun called out and prayed for, even those we have missed praying for, who needs healing. Lord, in your name, we ask for miracles of your power. O Master, let the lame walk and let the blind see. Lord, in our ordinary, mundane lives, let there be a revival of faith and hope. Let every tongue confess you are Lord. Lord, there is so much of pain and unrest around us too, O Lord. The earthquakes, the wars, the bloodshed. Yes, Lord, these are real tough times. It is so difficult, Lord, to see so much of hatred and deceit. Lord, your word says, be still and know I am God. Yes, Lord, that is our consolation. You calm the seas and our troubled hearts. Let us believe, no matter what the situation, you are in command. You are in control, O Lord. Nothing is happening by chance. Teach us to cling on in faith. You will see us through. I pray for all those missionaries, those pastors, those nuns, those sisters who are persecuted in your name. We know the reward is huge, but give them the strength to move forward in their earthly sojourn, O Lord. We pray for them. O Lord, I pray for the elderly in our homes and even in our society. Let us not be oblivious to their situation. They need love. They need someone to listen to understand. Lord, put in our hearts the compassion and the love they need. Make us instrumental to spread your love. Lord, I pray for Achan and his family. We see your works through them. Continue to bless them, I pray. Lord, for our newborns and for our little Sunday school children, their first thoughts, their deeds, and their first steps, let it be in the direction you want them to go. The Sunday school teachers too, O Lord, let them guide them and nurture them. Lord, I pray for our young children just out of schools. We let them out into this big, vast, demanding world. Most of the time, they find themselves in a crossroad, undecisive of what road to take. Lord, we pray for them. A God of Daniel will lead them safely back home each time. As parents, O Lord, let us love them enough that they don't have to look for it. As a church, let us give them the security, a place to fall back on, and in all their ways, teach them to acknowledge you. I pray for the ladies, the women's fellowship, the choir, the young couples, the youth, and our church committee. Thank you for your grace and your mercy over them. Lord, as we are heading for another week, be with each one of us at work, those testing times. For us who are struggling with situations like money, personal relationships, wanting a new home, maybe marriage, an addiction, or just a sense of direction. Lord, you know it all. Help us, I pray. Lord, we ask all this in your precious name. Amen. തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി തൻ സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ ആത്മകണ്ണുകളാലേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ
കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ ദാസർക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ ദാസർക്ക്. രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ, അന്ന് ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ ദാസർക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ ദാസർക്ക്. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടനുകം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടനുകം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ 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 എൻ നാർത്തു ചൊല്ലവേ, പർവ്വതങ്ങൾ കാൽ കീഴെ സമഭൂമിയാകുന്നു. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ ദാസർക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ ദാസർക്ക്. ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, നിഞ്ജനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, നിഞ്ജനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ ദാസർക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ ദാസർക്ക്. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലാ, തൻ സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ, തിരുസാന്നിധ്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ, ആത്മകണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ ദാസർക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ ദാസർക്ക്.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയിലേക്ക്, ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇമ്മാനുവൽ CSI മലയാളം സഭയുടെ അംഗങ്ങൾ മാത്രമല്ല, മറ്റ് പലരും പല സ്ഥലങ്ങളിൽ നിന്നും ഇതിൽ ജോയിൻ ചെയ്യുന്നത് വലിയ സന്തോഷമാണ്. ഈ ഒരു വലിയ കൂട്ടായ്മയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് നമുക്കെല്ലാം ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തില് അനുഗ്രഹവും നന്മയും ഒരു വലിയ ബലവും ശക്തിയും ആണെന്ന് വിശ്വസിക്കുന്നു. ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള യേശുവിന്റെ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ചാണ്, പോസ്റ്റ് റിസറക്ഷൻ അപ്പിയറൻസസ് ഓഫ് ജീസസ് ടു ദ കമ്മ്യൂണിറ്റി. അതിനെ കുറിച്ചാണ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തുടർച്ചയായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, പഠിക്കുന്നത്. പ്രാർത്ഥന അറിയുവാൻ കൂടെയുള്ള സമയമാണ്. പ്രയർ ഇസ് എ ടൈം ഓൾസോ ഫോർ ലേണിംഗ്. ഞാൻ തുറന്നൊക്കെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ നടത്തന്നെ വെച്ചു, ബെല്ലടിക്കുമ്പോ കൊടുക്കാന്ന് വെച്ചു. ആരുടെയോ ഫോൺ അൺമ്യൂട്ട് ആണ്, സംസാരിക്കുന്നത് ഇവിടെ കേൾക്കാമേ. Can you just see your microphone is on? Can you please check? Someone's audio is on. Yeah, thank you. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരാൾ ഇങ്ങോട്ട് സംസാരിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ that will disturb us sometimes. Yeah. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, prayer is a time also for learning. അത് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള സമയം കൂടിയാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥന നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു, നമ്മളുടെ ആത്മീയമായ അറിവുകൾ വർദ്ധിപ്പിക്കണം. അപ്പോൾ ഈ തിരുവചനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ആ ഒരു വിശ്വാസത്തെ കുറിച്ചുള്ള മനസ്സിലാക്കലുകളെ കൂടുതൽ ശക്തമാക്കാനും കൂടുതൽ വളർത്തുവാനും കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുമായിട്ടാണ്. ആൻഡ് we grow in our faith only when we learn our faith. നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ വളരുന്നത്. And to grow our faith, to learn about our faith, we don't have any other option than the word of God. ദൈവത്തിന്റെ വചനമല്ലാതെ വിശ്വാസത്തിൽ വളരുവാനും വിശ്വാസത്തെ കുറിച്ച് അറിയുവാനും മറ്റൊരു ഓപ്ഷൻ ഇല്ല. We grow in faith through learning the word of God. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുന്നതിലൂടെ, മനസ്സിലാക്കുന്നതിലൂടെയാണ് നമ്മളുടെ വിശ്വാസ വളർച്ച നമ്മൾ കൈവരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയും ഈ പഠനവും ഒക്കെ വളരെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ മനസ്സിലാക്കലുകൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തണം. കൂടുതൽ അറിയുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മാർത്ഥമായും നന്നായും ശരിയായും പ്രാർത്ഥിക്കാൻ കഴിയുന്നു. അതല്ലാതെ കൂടുതൽ അറിയുന്നതോടും നമ്മൾ പ്രാർത്ഥിക്കാത്തവരായി തീരുന്നു എന്നതിനർത്ഥമില്ല. Our content of prayer will be different. Our methodology of our way of prayer will be different. And our intentions
when we pray will also be different. So these all are interconnected realities in our faith. യേശു കർത്താവ് ശിഷ്യന്മാർക്ക് 4ാമത് പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യത്തെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. തിബരിയാസ് കടൽക്കരയിൽ വെച്ച് യേശു കർത്താവ് ഗന്നസറേത്ത് തടാകത്തിൽ, തിബരിയാസ് കടലിൽ മത്സ്യബന്ധനത്തിന് മീൻ പിടിക്കുവാനായി പോകുന്ന ശിഷ്യന്മാരോട് പ്രഭാതത്തിൽ അവർക്ക് പ്രത്യക്ഷനാകുന്നതിനെ കുറിച്ച്, അവരോട് സംസാരിക്കുന്നതിനെ കുറിച്ച്, അവരുമായിട്ട് ഇടപെടുന്നതിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ആദ്യത്തെ ഭാഗം ശിഷ്യന്മാര് മീൻ പിടിക്കാൻ പോകുന്നതും രണ്ടാമത്തെ ഭാഗം യേശു ഒരു മീനും പിടിക്കാതിരുന്ന ശിഷ്യന്മാരോട് യേശു കർത്താവ് സംസാരിക്കുന്നതും, 3ാമത്തെ ഭാഗം യേശു കർത്താവ് അവർക്ക് പ്രാതല് കൊടുത്തതിന് ശേഷം അവരെ ദൗത്യത്തിന് വേണ്ടിയിട്ട്, തൻ്റെ വിശ്വാസത്തിന്റെ ചുമതലയ്ക്ക് വേണ്ടിയിട്ട് നിയോഗിക്കുന്നതുമായിട്ട്, കമ്മീഷൻ ചെയ്യുന്നതുമായ 3 ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാനായിട്ട് പറ്റുന്നത്. This is not the first time Jesus is appearing to his disciples. യേശു കർത്താവ് ആദ്യ പ്രാവശ്യമല്ല ഈ കടൽക്കരയിൽ വെച്ച് അവർക്ക് പ്രത്യക്ഷനാകും. This is not the first time. യോഹന്നാൻ പറയുന്നത് 3ാമത്തെ തവണയാണ് യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച്. പക്ഷെ നമ്മൾ കോൺസിക്വൻഷ്യലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, സീക്വൻഷ്യലായിട്ട് പഠിക്കുമ്പോൾ, many times Jesus appeared to them, to the disciples, at different occasions, at different contexts, at different places. But still, they failed to get their faith right. അപ്പോഴും ഇതൊക്കെ സംഭവിക്കുമ്പോഴും അവർക്ക് അവരുടെ വിശ്വാസത്തെ ശരിയായ ദിശയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. They were struggling to maintain their faith. They were hardly fighting to be faithful in their calling. It's not that they are not informed, they are not known to the reality of resurrection. But even then, they fail. They fail. നമ്മളിത് ഒന്നാമത് ചിന്തിക്കുന്നത്, despite all their failures, in spite of all their incompetencies, disqualifications, Christ is coming to reunite with them. യേശു കർത്താവ് അവരുമായിട്ട് വീണ്ടും കൂടിച്ചേരാനായിട്ട് കടന്നു വരുന്നു. നമുക്കൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട്. We all have a tolerance issue. ഈ സഹിഷ്ണുതയുടെ ക്ഷമയുടെ ഒരു പ്രശ്നം. 1 time, 2nd time, 3rd time. Now this is the 4th time. യേശു കർത്താവ് അവരെ വീണ്ടും വീണ്ടും ക്ഷമയോടുകൂടെ, സഹിഷ്ണുതയോടുകൂടെ, താഴ്മയോടുകൂടെ, വിനയത്തോടുകൂടെ, Jesus is constantly and repeatedly visiting them, appearing to them. He is not antagonistic. He is not disturbed. He is not angry. No, he is not in hatred. യേശു കർത്താവിന് അവരോട് വെറുപ്പില്ല, അവരോട് ദേഷ്യമില്ല, അവരോട് പകയില്ല, ഒന്നുമില്ല. He is constantly, repeatedly coming towards them despite their failures. ശിഷ്യരെന്നുള്ള നിലയിൽ, യേശു കർത്താവിനോടൊപ്പം സഞ്ചരിക്കുന്നവരെന്നുള്ള നിലയിൽ, അവരുടെ ജീവിതത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പരാജയങ്ങളോ പരിഭവങ്ങളോ വീഴ്ചകളോ ഒന്നും യേശു കർത്താവിനെ അവരിൽ നിന്ന് അകറ്റുന്നില്ല. In fact, these failures is bringing
Jesus back to them. ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ഈ തുടർച്ചയായ വീഴ്ചകൾ യേശുവിനെ അകറ്റുകയല്ല, യേശുവിനെ കൂടുതൽ അവരിലേക്ക് അടുപ്പിക്കുകയാണ്. Their failures, in fact, brought Jesus back to them. What were their failures? നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറെ ചിന്തിച്ചു. See, as a failed disciples, they fail in their profession also. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ശിഷ്യത്വ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ, it's not only a failure in our faith, our spirituality, that failure will reflect in our entire life. നമ്മുടെ ജീവിതത്തിൽ ആകമാനം ആ വിശ്വാസം പ്രതിഫലിക്കും, ആ പരാജയം പ്രതിഫലിക്കും. When they failed in their discipleship, in their faith, parallelly they failed in their profession. അവർക്ക് നന്നായി അറിയാവുന്ന, ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ 1-2 പേര് കാണും ഈ മീൻ പിടുത്തത്തിൽ എക്സ്പെർട്ട് അല്ലാത്തവർ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. Other than that, most of them, majority of them were fishermen. And the sea, the river that they went for fishing was not, unfamiliar to them. അവർക്ക് അറിയാൻ വയ്യാത്ത ഒരു കായലിലോ കടലിലോ വെള്ളത്തിലോ നദിയിലോ അല്ല അവർ മീൻ പിടിക്കാൻ പോയത്. They went to a sea which is familiar to them. They went with a boat and a net which is familiar to them, maybe familiar to some of them. Everything was familiar. Everything was known. They were expert. They were good in their job. But as they failed in their faith, as they were incompetent in their faith, they failed in their profession. അവർക്കൊന്നും കിട്ടിയില്ല. See, failure is consequential. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ എൻ്റെ വീഴ്ചകള് അതിന് വലിയ അനന്തരഫലങ്ങളുണ്ട്. We should not forget that fact. നമ്മൾ ആ യാഥാർത്ഥ്യം മറന്നു പോകരുത്. And when they failed in their faith, they failed in their profession. They failed in their life. നമ്മുടെയൊക്കെ ജീവിതത്തെ വളരെ കൂലങ്കഷമായി, വളരെ ആഴത്തിൽ ഗൗരവത്തോടുകൂടെ ഈ ഒരു ചിന്തയുടെ വെളിച്ചത്തിൽ പരാമർശിക്കണം, അല്ലെങ്കിൽ നമ്മൾ വിശകലനം ചെയ്യണം. നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളുടെയും നമ്മുടെ പ്രൊഫഷനുകളിലെ പ്രശ്നങ്ങളുടെയും വീഴ്ചകളുടെയും ഒക്കെ കാരണം it cannot solely be in what we do. The real problem may be in somewhere else, maybe in our faith life. നമ്മുടെ കുടുംബ ജീവിതത്തില്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തില്, സഭാ ജീവിതത്തില്, നമ്മുടെ ബിസിനസ്സില്, നമ്മുടെ ജോലിയില് നമ്മൾ ഉദ്ദേശിക്കാത്ത പരാജയങ്ങൾ, നിരാശകൾ, തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, നമ്മുടെ ക്വാളിഫിക്കേഷനോ നമ്മുടെ ടെക്നിക്കൽ നോളജോ ഈ ജോലിയെക്കുറിച്ച്, നമ്മുടെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവോ അറിവില്ലായ്മയോ മാത്രമായിരിക്കില്ല അതിന്റെ കാരണം. The real cause can be somewhere else, and it is imperative for us to find out that real cause. And that cause can be a faith cause. അതൊരു വിശ്വാസ പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. ആകാം. If I fail in my priesthood, my pastoral ministry, I cannot blame the church. I cannot blame my superiors. I cannot blame maybe my family.
But the real problem can be my faith, my understanding of Christ, my realization of Jesus in my life. They were all good at their job. They were very expert in fishing. They went with a familiar net and a boat. Then they went into a familiar place of fishing. But they failed. They failed. They failed in their faith. They failed to realize Christ despite repeated visits. അല്ല, കർത്താവായ യേശു ക്രിസ്തു തുടർച്ചയായി അവരെ സന്ദർശിച്ചു കൊണ്ടിരുന്നിട്ടും അവർക്ക് മനസ്സിലായില്ല. ഈ കർത്താവായ യേശു ക്രിസ്തുവിന് നിരന്തരമായി സന്ദർശനത്തിന്റെ പ്രത്യക്ഷപ്പെടലിന്റെ ലക്ഷ്യം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരതിനെ അംഗീകരിച്ചില്ല. ആ യാഥാർത്ഥ്യം, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവരോട് ആവശ്യപ്പെടുന്ന ആത്മീയമായ ഉത്തരവാദിത്വം തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. They labored in vain. See, if we fail in our faith and we labor, we work in vain. അവര് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. It's not that they were not working. അവർ വള്ളവും വലയും കൊണ്ട് കടലിൽ പോയിട്ട് വള്ളത്തിൽ വെച്ചിട്ട് വെറുതെ ഇരിക്കുവായിരുന്നില്ല. They were casting their net. അവര് വല എറിയുകയായിരുന്നു. തിരിച്ചും മറിച്ചും അവിടെയും ഇവിടെയും എല്ലായിടത്തും അവര് വലയിട്ടു, വല വിരിച്ചു. But they caught nothing. They caught nothing. ഒന്നും നമ്മളിലേക്ക് എത്തിക്കാത്ത ചില അധ്വാനങ്ങൾ. We work, I tell you, we sincerely work. ചില മനുഷ്യരൊക്കെ ഉണ്ട്, they are workaholics. അവർ ഓടി നടന്ന് വർക്ക് ചെയ്യുകയാണ്, ഓടി നടന്ന് അധ്വാനിക്കുക. നമ്മൾ പറയാം, നമുക്ക് അങ്ങനെയുള്ളവരെയും വേണം, ജോലി ചെയ്യുന്നവരെ വേണം, പണിയെടുക്കുന്നവരെ വേണം. അല്ലാതെ പള്ളിയിൽ മാത്രം വന്നു പോകുന്നവരെ മാത്രം അല്ല നമുക്ക് വേണ്ട. നമുക്ക് വർക്ക് ചെയ്യാൻ, ജോലി ചെയ്യാനായിട്ട് ഫിസിക്കലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ചെയ്യാനുള്ളവർ വേണം. വി നീഡ്. ഇന്ന് ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ സഭകൾ, കൂട്ടങ്ങൾ, കൂട്ടായ്മകളൊക്കെ ആക്റ്റീവായിരിക്കുന്നുണ്ട്. പള്ളിയിലുള്ള, നമ്മുടെ സഭയിലുള്ള ഒട്ടുമിക്ക പേരും മിക്കപ്പോഴും പള്ളിയിലും വരുന്നുണ്ട്. അകലങ്ങളോ ദൂരങ്ങളോ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസോ ഒക്കെ അവഗണിച്ചുകൊണ്ട് അവരെല്ലാം അവരെ കൊണ്ടാകുന്ന സമയങ്ങളിലൊക്കെ കടന്നു വരുന്നുണ്ട്. But the question, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ വർക്ക്, how does it benefit us? നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളെ എത്രമാത്രം നമുക്ക് നന്മ നൽകുന്നു, നമ്മളെ അനുഗ്രഹിക്കപ്പെട്ടവരാക്കുന്നു. They labored the whole night thinking to catch the fish. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവര് രാത്രി മുഴുവൻ അധ്വാനിച്ചു. And as they work continuously, അവർ തുടർച്ചയായിട്ട് ഇങ്ങനെ നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവർക്ക് മീൻ കിട്ടാതെ വരുമ്പോൾ
their desperations, our nirasha, disappointments will also increase. The number of cast will increase the number of disappointments. എത്ര വട്ടം അവർ വലയെറിയുന്നോ അവർ വലിച്ചടിപ്പിക്കുന്ന നിരാശയാണ്. നിങ്ങളിപ്പോൾ ഈ ഫിഷിംഗ് വ്ളോഗുകളൊക്കെ നമ്മുടെ റീൽസിലും യൂട്യൂബിലും ഒക്കെ കാണുമല്ലോ അല്ലേ? വലയെറിയുന്നു, ചൂണ്ടയിടുന്നു, അതൊരു വലിയൊരു ട്രെൻഡാണ് ഇപ്പോൾ. ആൻഡ് വാട്ട് ഈസ് at the other end of your cast? What is there in the net defines the quality of your work. നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നം അതാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോഴും it is not hitting anywhere. We just work. Enormous works are done. ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ disappointments. ജോലി ചെയ്തത് കൊണ്ട് കാര്യമില്ല. It's not the amount of the labor that matters. പിന്നെയോ ഏറ്റവും പ്രസക്തമായത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ വേല ചെയ്യുന്നു എന്നുള്ളതാണ്. Whose work are we doing? Jesus did not send them to fish. They were not waiting to listen to the direction of the Lord. എന്ന് പറഞ്ഞാൽ ഇതിനു മുൻപുള്ള സമയങ്ങളിൽ അവരൊക്കെ തോണിയിൽ കൂടെ ആ കര കടക്കുമ്പോഴൊക്കെ there was someone in their boat. തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ, കാറ്റാഞ്ഞടിച്ച് പടക് മുങ്ങാറായപ്പോഴൊക്കെ there was someone so significant in their boat. Someone so powerful in their lives. And that presence is not with them. Christ was not with them. They did not have the consent of Christ for this work. ഇത് സഭ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സഭയായിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ do we have the consent of Christ? ക്രിസ്തുവിന്റെ അനുമതി ഉണ്ടോ? And if you don't have the consent of Christ when we work for church, then our work will be in vain. പടക് ശൂന്യമായിരിക്കും. ഇന്ന് പലപ്പോഴും സഭയിൽ നടക്കുന്ന പല കാര്യങ്ങളിലുമുള്ള ഒരു വലിയ നിരീക്ഷണം ഇതാണ്: വർക്ക് വിതൗട്ട് ദ കൺസെന്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ അനുമതിയില്ലാത്ത ചില കർമ്മങ്ങൾ. ഗൗരവമേറിയ ചോദ്യമാണ്. Does Christ consent our actions? Does Christ consent our mission? ദൈവം നമ്മൾ ചെയ്യുന്ന ഈ ദൗത്യത്തിൽ ക്രിസ്തുവിന്റെ കൺസെന്റ് ഉണ്ടോ? Does Christ consent this particular thing in our life? എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രത്യേകമായ കാര്യത്തിന് ക്രിസ്തുവിന്റെ അനുമതി ഉണ്ടോ? This is a very pertinent question that we need to ask at such times of crisis. ഇങ്ങനെയുള്ള വലിയ സംഘർഷങ്ങളുടെ മധ്യത്തിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. And I tell you, this was them. ഇതായിരുന്നു അവർ. ഇതായിരുന്നു ശിഷ്യർ. ഈ ശിഷ്യര് ഈ തടാകത്തിൽ കിടന്ന്, ഈ കടലിൽ കിടന്ന് മീൻ പിടിക്കുമ്പോൾ ഞാൻ ഈ മേൽപ്പറഞ്ഞ ചില സംഭവങ്ങളാണ്, സവിശേഷതകളാണ് അവരുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്തത്. Without consent of Christ,
labored in vain. Christ was not with them. This was them. Jesus would have easily set up another team. ഇവന്മാർ ഒന്നിനും ഒരു നാലണയ്ക്ക് കൊള്ളാത്തവന്മാരാ. ഇത്രയൊക്കെ ഇവരുടെ കൂടെ നിന്ന് ചെയ്തിട്ടും ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇത്രയൊക്കെ പ്രാവശ്യം ഇവരോട് കൂടെ ആയിരുന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഇവന്മാരെ ജീസസ് വുഡ് ഹാവ് ഈസിലി റിട്ടൺ ഓഫ്, എഴുതി തള്ളായിരുന്നു. ഇവര് വേണ്ട, we don't want it. അവരെ നമുക്ക് വേണ്ട, കളഞ്ഞേക്കാം. നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കും. യേശു, the tolerance of Jesus. Our failures will not test the tolerance of Jesus. നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ തകർച്ചകൾ, നമ്മുടെ താഴ്ചകൾ യേശു കർത്താവിന്റെ ക്ഷമയെ പരീക്ഷിക്കുന്നില്ല. He is still loving us. He is still in search for us. He is still coming for all of us. ഈ പകൽക്കാലം എനിക്ക് ഈ ഒരു ശക്തീകരിക്കുന്ന സന്ദേശമാണ് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാൻ. യേശു നമ്മുടെ വീഴ്ചകൾ ഓർക്കുന്നവനല്ല. നിരന്തരമായി നമ്മൾ വീണു പോകുമ്പോഴും തകർന്നു പോകുമ്പോഴും തളർന്നു പോകുമ്പോഴും നമ്മളെ ഒഴിവാക്കാൻ തോറ്റവരെ, തകർന്നു പോയവരെ, തളർന്നു പോയവരെ വീണ്ടും 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 തേടി വരുന്ന യേശു കർത്താവ്. പേടിക്കണ്ട. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീഴ്ചകൾ വരുന്നു, പ്രയാസങ്ങൾ വരുന്നു, പ്രതികൂലങ്ങൾ വരുന്നു, പരാജയങ്ങൾ സംഭവിക്കുന്നു, രോഗം വരുന്നു, പ്രിയപ്പെട്ടവർക്ക് ബലഹീനത വരുന്നു. മെനി തിങ്സ് വി ഫേസ്. ഞാൻ ആദ്യം പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കും, മേ ബി ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൈ ഫെയ്ത്ത്. മേ ബി, ഈവൻ ഇഫ് ഇറ്റ് ഈസ് അവർ ഫെയിലിയർ ഇൻ ഫെയ്ത്ത്. ഇനി നമ്മുടെ വിശ്വാസത്തിന്റെ തോൽവികളാണെങ്കിലും, വിശ്വാസത്തിൽ വന്നു പോകുന്ന വീഴ്ചകളും തകർച്ചകളുമാണെങ്കിലും, he does not count our failures in faith. He is very tolerant to our failures in faith. നമ്മുടെ വിശ്വാസത്തിന്റെ വീഴ്ചകളിൽ അവൻ he forgives, he tolerates, he accepts us and our failures, and again and again and again and again and again coming for us. തീരത്ത്, when we work hard, so distant or close from Christ, he is there at the shore. He is already there for us. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവ ജനങ്ങളെ, God is tolerant towards our failures in faith. വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന വീഴ്ചകളോട് യേശു കർത്താവ് അക്ഷമയൊന്നുമില്ല. He accepts. But how are we practicing that character of God? നമ്മൾ എങ്ങനെയാണ്? നമുക്കെല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കണം. We need a
We need a perfect action. We need a perfect committee. We need a perfect partner. We need perfect. Our children, everyone should be perfect. നല്ലതാണ്. യേശു കർത്താവും ദൈവവും ഒക്കെ നമ്മളെക്കുറിച്ച് ഒരു പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം. There is nothing wrong in expecting perfects. പൂർണ്ണതയുള്ളവരെ ആൺമക്കളെ കെട്ടിക്കുമ്പോൾ അമ്മമാരുടെ ചിന്ത, എൻ്റെ മകന്റെ ഭാര്യ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. മോളെ കെട്ടിച്ചു വിടുമ്പോ എൻ്റെ മകന്റെ ഭാര്യയെ പോലെയുള്ള നല്ല മകളായിരിക്കണം എന്ന് നമ്മൾ പറയാറില്ല എന്ന് പറഞ്ഞ പോലെയാണ്. വി എക്സ്പെക്ട് പെർഫെക്റ്റ്. ഈ പുതിയൊരു അച്ഛൻ വരുമ്പോ പുതിയ എന്തെങ്കിലും, വി നീഡ് പെർഫെക്റ്റ്. എൻ്റെ കുഞ്ഞുങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. അവൻ പാടണം, അവൻ ആടണം, അവൻ പഠനത്തിൽ മിടുക്കനായിരിക്കണം, സ്പോർട്സിൽ മിടുക്കനായിരിക്കണം, വെൽ ബിഹേവ്ഡ് ആയിരിക്കണം, സ്മാർട്ട്, പെർഫെക്റ്റ്. There is nothing wrong. But how do we counter, how do we address the issue of imperfections and failures? യേശു കർത്താവ് നമ്മളോട് പറയുന്നു, ഈവൻ ആഫ്റ്റർ their constant failures, അവരുടെ നിരന്തരമായ പരാജയങ്ങൾ, വീഴ്ചകൾ, തകർച്ചകൾ എല്ലാം ഉള്ളപ്പോഴും യേശു അവരെ തേടി വരുന്നു. He comes to us again and again and again and again, despite of our constant, continuous failures. Because he is a forgiving God. He is a loving God. യേശു കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, നമ്മളുടെ പരാജയങ്ങൾക്കപ്പുറമായി നമ്മളെ കണ്ടെത്തുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് വിശ്വാസത്തിലെ വീഴ്ചകൾ വരും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവാം. ഏത് മനുഷ്യർക്കാണ് ഉണ്ടാവാതിരിക്കുക? പക്ഷേ ക്രിസ്തു അതിനപ്പുറമായി, അതിലുമൊക്കെ ഉപരിയായി, ഒരുപക്ഷെ ആ പരാജയങ്ങളെ ഒന്നും തന്നെ പരിഗണിക്കാതെ നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ പകൽക്കാലം ആ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ, ആദ്യ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മുടെ വിശ്വാസ ജീവിതം ശക്തിപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. യുവജനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങളെ വീണ്ടെടുക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ഞങ്ങളെ ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. 2 or 3 പേർ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യേ അവിടുത്തെ സാന്നിധ്യമുണ്ടെന്ന് ഞങ്ങളെ തിരിച്ചറിഞ്ഞ് നൽകി തരുന്ന ദൈവത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ആ സാന്നിധ്യം കർത്താവെ മനസ്സിലാക്കുവാൻ, ആ സാന്നിധ്യത്തെ കർത്താവെ ആ സാന്നിധ്യം ഞങ്ങളോടൊപ്പമുണ്ടെന്നുള്ള തിരിച്ചറിയുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കേൾപ്പിച്ച വചനത്തിനനുസരിച്ച് കർത്താവെ, ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ക്രിസ്തുവാണെന്ന് കർത്താവെ മനസ്സിലാക്കുവാനുള്ള വിവേകം, തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങൾ വീണു പോകുന്ന സാഹചര്യങ്ങളിൽ, കർത്താവെ ഞങ്ങൾ താണു പോകുന്ന സാഹചര്യങ്ങളിൽ, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ, മറ്റുള്ളവർ ഞങ്ങളെ തള്ളിക്കളയുമ്പോൾ, മറ്റുള്ളവർ ഞങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ, മറ്റുള്ളവർ ഞങ്ങളെ മാറ്റി നിർത്തുമ്പോൾ, കർത്താവെ നീ അവിടുന്ന് വചനത്തിൽ കൂടെ പറഞ്ഞതുപോലെ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, കർത്താവെ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറയുവാണ്ട് കൊണം, ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാണ്ട് കൊണ്ട് നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, അവിടുന്ന് കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നത് കൊണ്ട്
സ്തോത്രം. കർത്താവെ, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും പെറ്റതള്ള പോലും ഞങ്ങളെ ഉപേക്ഷിക്കുമ്പോഴും ഉപേക്ഷിച്ചാലും കർത്താവെ, ഉപേക്ഷിക്കാത്ത ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരാജയങ്ങളുടെ നടുവിൽ കൂടി ഞങ്ങൾ കടന്നു പോകുമ്പോഴും കർത്താവെ, പരാജയപ്പെട്ട് കർത്താവെ, ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ഒരു വഴിയുമില്ലാതെ കർത്താവെ, നിരാശയിൽ ഞങ്ങളായിരിക്കുമ്പോഴും എൻ്റെ മുൻപിൽ നിൽക്കുന്നത് ക്രിസ്തുവാണ് കർത്താവെ, കരയിൽ നിൽക്കുന്നത് ക്രിസ്തുവാണ് എന്ന് പറയുവാൻ തക്കവണ്ണം, തിരിച്ചറിയുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ. ആ സാന്നിധ്യത്തോടുകൂടെ ഞങ്ങൾ മുൻപോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിളിച്ച ദൈവം വിശ്വസ്തനാണ് കർത്താവെ. വാക്ക് പറഞ്ഞാൽ വാക്കുമാറാത്ത ദൈവമാണ് കർത്താവെ. ദൈവമേ, ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ വ്യക്തികളായിട്ട് അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ വേദനകളിൽ, അവരുടെ രോഗങ്ങളിൽ, ദുഃഖങ്ങളിൽ കർത്താവെ, അവിടുന്ന് നീ താങ്ങും തണലുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ കർത്താവെ, നീ ഒന്ന് നോക്കിയാൽ, നീ ഒന്ന് തൊട്ടാൽ ഞങ്ങൾക്ക് സൗഖ്യമാകുമെന്ന് ഞങ്ങൾ അപ്പാ വിശ്വസിക്കുന്നു കർത്താവെ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ജീവനില്ലാതെ നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവെ, ജീവനുള്ളവരായി ഞങ്ങൾ ആർത്ത് സന്തോഷിപ്പാൻ തക്കവണ്ണം നീ അവിടുന്ന് നിന്റെ കൃപ ഞങ്ങളുടെ മേൽ അയക്കണമേ, പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മക്കളൊക്കെ കർത്താവെ, ഈ പ്രാർത്ഥനയിൽ വന്നുകൂടുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കാൻ, ഒരാശ്വാസമായിരിക്കാൻ, ഒരു സന്തോഷമായിരിക്കാൻ നീ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യാശയോടുകൂടെ പ്രതീക്ഷയുള്ള ജീവിതം മുൻപോട്ട് നയിപ്പാൻ തക്കവണ്ണം കർത്താവെ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളോട് നീ സംസാരിക്കുന്ന ദൈവമാണ് കർത്താവെ. ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെയോ അവൻ രക്ഷിക്കുന്ന ദൈവമാകുന്നു കർത്താവെ. ഹൃദയം തകർന്നിരിക്കുമ്പോൾ, മനസ്സ് നുറുങ്ങിയിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം അയച്ച് ഞങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളിലും കർത്താവെ, ഓരോ കാലങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം അറിയുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ നാളുകളിലൊക്കെ കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷയിലൊക്കെ ദൈവിക കൃപ വ്യാപരിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു വരുന്ന ഇടങ്ങളിലൊക്കെ സന്തോഷം തിങ്ങി നിറയുവാൻ തക്കവണ്ണം കർത്താവെ, ഞങ്ങളിലുള്ള വെറുപ്പും വിദ്വേഷവും പകയും എല്ലാം നീങ്ങിപ്പോകുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൂടി വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം പരസ്പരം കർത്താവെ, ഞങ്ങൾ സംസാരിക്കുന്ന ഇടങ്ങൾ നല്ലത് മാത്രം സംസാരിപ്പാൻ, നന്മയുള്ള വാക്കുകളിൽ ഞങ്ങളിൽ നിന്ന് വരുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്തരത്തിൽ കർത്താവെ, ഞങ്ങൾ മാറ്റപ്പെടുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹമുണ്ടാകും, ഞങ്ങളുടെ കുടുംബത്തിൽ അതിൻ്റെ അനുഗ്രഹമുണ്ടാകും കർത്താവെ. അതൊക്കെ തിരിച്ചറിയുവാൻ ഒരു കുറവ് നിനക്കുണ്ട് കർത്താവെ. ആ കുറവ് എന്താണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് കർത്താവെ, അതിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ച് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കർത്താവെ ഒരനുഗ്രഹമായി ഞങ്ങൾ മാറുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എവിടെ പോകുമ്പോഴും കർത്താവെ, ദൈവമേ, ഞങ്ങൾ നിന്നെ വിട്ടകന്നൊന്നും ചെയ്യുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീയാണ് കർത്താവ് കർത്താവെ. ദൈവമേ, നീയാണ് ഞങ്ങളെ വിളിച്ചവൻ കർത്താവെ. ആ ഒരു ബോധ്യത്തോടും കൂടെ സുബോധത്തോടുകൂടെ ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ നാളുകളിൽ ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. പുതിയ സൃഷ്ടിയായിട്ട്, പുതിയ രൂപങ്ങളായിട്ട്, പുതിയ ചിന്തകളുമായി ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ കൃപകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. ഞങ്ങളുടെ എല്ലാ രോഗികൾക്കും, ഞങ്ങളുടെ എല്ലാ പ്രയാസത്തിലിരിക്കുന്നവർക്കും വേണ്ട സൗഖ്യവും ആശ്വാസവും അവിടുന്ന് കൽപ്പിച്ചാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ കിടക്കകളെ അവിടുന്ന് മാറ്റിവിരിക്കണമേ. അവരാരോഗ്യത്തോടെ കർത്താവെ മടങ്ങി വരുവാൻ, ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം അവിടുത്തെ സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറച്ചാട്ട് കർത്താവെ. തമ്മിൽ കാണുന്നതുവരെയും തിരിച്ചറിവിൻ്റെ മറവിൽ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചാട്ട്. പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം ശുദ്ധീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, തിരുവിശ്വസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യശക്തി മഹത്വം നീക്കുന്നതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്നും എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ ഷിബുച്ചായന്റെ കാര്യം ഞാൻ പ്രാർത്ഥനയിൽ പറഞ്ഞായിരുന്നല്ലോ. മോനിയമ്മ അമ്മയുടെ ഹസ്ബൻഡ് ഷിബുച്ചായന് ആശുപത്രിയിലാണ്, ടെസ്റ്റുകളൊക്കെ ആയിട്ട്. പ്രത്യേകിച്ച് ഷിബുച്ചായനെ പ്രാർത്ഥനയിൽ ഓർക്കണം. അതുപോലെ തന്നെ മെൽവിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അപ്പൻഡിസൈറ്റിസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഭവനത്തിൽ റെസ്റ്റ് എടുക്കുന്നു, അവനെയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം. ജെബി അങ്കിള്, റോയി അങ്കിള്, അങ്ങനെയുള്ളവരെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അടുത്ത ആഴ്ച വെള്ളിയാഴ്ച മലയാളികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ദിവസമാണ്, ഓണമാണ്. അപ്പോ എങ്ങനെയാണ് പ്രാർത്ഥന? നിങ്ങളെല്ലാവരും ഉണ്ടാവുമോ? ഓണം പ്രമാണിച്ച് പ്രാർത്ഥനയ്ക്ക് അവധി കൊടുക്കുന്നതെന്ന് വിചാരിക്കണ്ട. ചിലരെങ്കിലുമൊക്കെ ബിസി ആയിരിക്കത്തില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച വേണ്ടെന്ന് ഒരു ഓണമല്ലേ. ഓക്കെ ഓക്കെ ശരി ശരി. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന ഉണ്ടാവില്ല. അതിൻ്റെ അടുത്ത ആഴ്ച ആവും ഉണ്ടാവുക. അതിൻ്റെ അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് പാട്ട് പാടാൻ, കാരണം നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഒക്കേഷൻ പിന്നെ ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ച സെപ്റ്റംബർ 2nd വീക്ക് നമുക്ക് പാട്ട് പാടാനായിട്ട് ആരെങ്കിലും ഒരാളൊന്ന് വോളണ്ടിയർ ചെയ്യണം. സെപ്റ്റംബർ 2nd വീക്ക്. എളുപ്പമൊന്ന് പറഞ്ഞേ, പുതിയ പുതിയ ആളുകളൊക്കെ പറയട്ടെ. വീട്ടിലെ കുടുംബ പ്രാർത്ഥനയിൽ പാട്ട് പാടുന്ന പോലെ. എളുപ്പം പറഞ്ഞ് സമയം പോന്നു. ഞാൻ പാടാം. ആരാ? സുജ. സുജ. സുജ ബിജു. ഓക്കെ ഞാൻ ആലീസ് സങ്കീർത്തനം വായിക്കാം. ഓക്കെ. സങ്കീർത്തനം 52. 52 ആലീസ്. 52 ആലിസാനി വായിക്കും. ഓക്കെ. പ്രാർത്ഥന. ഹലോ. പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ നീണ്ട നിശബ്ദതയാണ്. വേഗം പറഞ്ഞാട്ടെ. ഞാൻ പേര് വിളിച്ച് പറയണോ? ആരെങ്കിലും? ചാച്ചമ്മ ആൻറ്റി. ഇല്ല ഹോസ്പിറ്റലിൽ പോയിരിക്കും. ചാച്ചമ്മ ആൻറ്റി ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോയിരിക്കും അച്ഛൻ. അച്ഛൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ഫിലിപ്പങ്ങൾ കേൾക്കുന്നില്ല. ഹോസ്പിറ്റലിൽ പോയിരിക്കുക അച്ഛൻ. ചെക്കപ്പിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇപ്പൊ പോയതേ ഉള്ളു അങ്ങോട്ട്. അപ്പോയിന്റ്മെന്റ് ഇപ്പോഴാ ഇന്നാ കിട്ടി. ഓ ഞാൻ ചോദിച്ചു പറയാം. ശരി. ചോദിച്ചു പറയാം. ഓക്കെ. തൽക്കാലം എന്നാ ആന്റിയുടെ പേരിടാം. ഓക്കെ, തൽക്കാലം ആന്റിയുടെ പേരിടാം. പിന്നെ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. അടുത്ത ആഴ്ച അല്ല, അതിന്റെ അടുത്ത ആഴ്ച. ഓക്കെ, മനസ്സിലായി.
ഓക്കെ. ശരി ശരി, ഇനിയിപ്പോ പ്രാർത്ഥിക്കാൻ ഞാൻ പേര് വിളിക്കാം, അപ്പൊ അന്നേരം അതേ ഓക്കെ. പറ്റുള്ളൂ. ഓക്കെ, ശരി, എന്നാ ഓക്കെ. എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ. താങ്ക് യു. Thank you, Ajo. താങ്ക് യു. ഒരിക്കൽ കൂടെ ഒന്ന് പാട്ട് പാടിയവർക്ക്, പാട്ട് പാടിയ അന്നമ്മ ജോൺ ആന്റിക്ക്, സങ്കീർത്തനം വായിച്ച ധോനി ഫിലിപ്പിന്, അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച ജെസിമാമയ്ക്ക്, ഇവർക്കുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അച്ഛൻ. താങ്ക് യു അച്ഛാ.